മഹാഭാരത യുദ്ധഭൂമിയിൽ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഭീമസേനൻ ചില ആളുകളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഭീമസേനനെ ഒരു കൂട്ടം രഥന്മാരും അതിരഥന്മാരും കൂടെ ഒരുമിച്ച് ആക്രമിച്ചിരുന്നതും. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ യഥാർത്ഥ ഭീമസേനനെക്കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥ എന്ന പ്രയോഗം പറയാനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അവൈലബിളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന പുസ്തകങ്ങളിലും അതുപോലെ തന്നെ TV സീരിയലിലുമെല്ലാം നമ്മൾ കാണുന്ന ഭീമസേനനല്ല യഥാർത്ഥ മഹാഭാരതത്തിലുള്ള ഭീമസേനൻ എന്ന് പറയുന്നത്. അത് വേറൊരു ലെവൽ മനുഷ്യനാണ്. നമുക്ക് കേട്ടു നോക്കാം ഭീമസേനൻ എന്ന ഒറ്റയാൾ പട്ടാളത്തെക്കുറിച്ച്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സീരിയലിലും അതുപോലെ മഹാഭാരതം ബേസ്ഡായിട്ട് ഇറങ്ങുന്ന പുതിയ കാലഘട്ടത്തിലെ പുസ്തകങ്ങളിലുമെല്ലാം നോക്കുമ്പോഴത്തേക്കും ഭീമസേനൻ എന്ന് പറയുമ്പോൾ ഗദ ധരിച്ച് നടക്കുന്ന ഭീമാകാര രൂപമുള്ള ഒരു തടിമാടനായിട്ടുള്ള ഒരു യോദ്ധാവായിട്ടേ, അതായത് മഹാബലിയായിട്ടുള്ളൊരു യോദ്ധാവായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. ഏകദേശം മഹാബലവാനാണ് ഭീമസേനൻ. ഗദായുദ്ധത്തിൽ അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ്. ദുര്യോധനൻ ഉപയോഗിച്ചിരുന്ന ഗദ, ദുര്യോധനനാണ് മഹാഭാരതത്തിൽ ഗദായുദ്ധത്തിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾ, ബലരാമനും ശ്രീകൃഷ്ണസ്വാമിയും ഒഴികെ. ആ ദുര്യോധനൻ ഉപയോഗിച്ചിരുന്ന ഗദയെക്കാട്ടിയും എത്രയോ മടങ്ങ് ഭാരവും വലിപ്പവുമുള്ള ഗദയായിരുന്നു ഭീമസേനൻ ഉപയോഗിച്ചിരുന്നത്. മഹാഭാരതത്തിൽ ഭീമസേനനും ദുര്യോധനനും തമ്മിലുള്ള ഗദായുദ്ധത്തിലുണ്ടല്ലോ, ഈ ഒരു ഗദായുദ്ധത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും ഗദയെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ദുര്യോധനൻ്റെ ഗദയുടെ കോറ് വന്നിട്ട് കല്ലാണ്, പിന്നെ അതിനെ ചുറ്റി മെറ്റലുണ്ട്. എന്നാൽ ഭീമസേനൻ്റെ ഗദ എന്ന് പറയുമ്പോൾ ഫുള്ള് ഇരുമ്പാണ്. ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഗദയിൽ സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന, നേരത്തെ ദുര്യോധനൻ്റെ കയ്യിലിരിക്കുന്ന ഗദയുടെ എത്രയോ മടങ്ങ് ഭാരവും സൈസുമുള്ള ഗദയായിരുന്നു ഭീമസേനനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഭീമസേനനെ ഒരു ഗദാധാരിയായി മാത്രം കണ്ടിരുന്നത്. എന്നാൽ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പാണ്ഡവ പക്ഷത്തിൽ ഒരുപക്ഷെ അർജുനനും അഭിമന്യുവും കഴിഞ്ഞാൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ധനുർധാരി, അല്ലെങ്കിൽ അമ്പും വില്ലും ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾ, അത് ഭീമസേനനായിരുന്നു. ഇന്ന് ഭീമസേനൻ്റെ പരാക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില ആളുകളെ ഭീമസേനൻ മഹാഭാരത യുദ്ധഭൂമിയിൽ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയാത്ത. അതുകൊണ്ട് തന്നെ ബോറി ക്രിട്ടിക്കൽ എഡിഷനിലെ റെഫറൻസ് വെച്ചിട്ടായിരിക്കും ഞാനതെല്ലാം പറയാൻ പോകുന്നത്. കാരണം വായിച്ചപ്പോൾ എനിക്ക് പോലും വിശ്വാസം വന്നില്ല. ബോറി ക്രിട്ടിക്കൽ എഡിഷൻ സെക്ഷൻ 84. ഇവിടെ ഭീമൻ കൗരവസേനയിലെ ഒരു മഹാരഥനുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. സാക്ഷാൽ മഹാമയനായ ഭീഷ്മരുമായിട്ട്. ഭീഷ്മരും ഭീമനും ഏറ്റുമുട്ടുന്ന സമയത്ത് പാണ്ഡവ പക്ഷത്തിലുള്ള ആളുകളെല്ലാവരും ആർപ്പ് വിളിച്ചുവെന്നാണ് പറയുന്നത്. കാരണം ഇരുപക്ഷങ്ങളിലെയും ശക്തരായിട്ടുള്ള രണ്ടുപേരാണ് ഏറ്റുമുട്ടുന്നത്. മഹാഭാരതത്തിലെ തന്നെ ശക്തനായിട്ടുള്ള ഭീഷ്മരുമായിട്ട് മഹാബലവാനായിട്ടുള്ള ഭീമസേനൻ, മൃഗോദരൻ ഭീമസേനൻ ഏറ്റുമുട്ടുകയാണ്. എന്നാൽ ഈ ഒരു ഏറ്റുമുട്ടലിൽ ശരിക്കും കൗരവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു ഭീമസേനൻ കാഴ്ചവെച്ചത്. കാരണം ഭീഷ്മരുമായിട്ട് കട്ടയ്ക്ക് കട്ട ഭീമസേനൻ നിന്നുവെന്ന് മാത്രമല്ല, ആ പോരാട്ടത്തിൽ ഭീമസേനൻ്റെ പ്രകടനം കണ്ടിട്ട് ദുര്യോധനൻ തൻ്റെ സഹോദരന്മാരുടെ കൂടെ വന്നിട്ട് ഭീഷ്മരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എങ്ങനെയെന്ന് വെച്ചാൽ, യുദ്ധത്തിൻ്റെ ഇടയിൽ വെറി പിടിച്ച ഭീമസേനൻ ദേഷ്യ നിയന്ത്രണം വിട്ടപ്പോഴത്തേക്കും ഭീഷ്മരുടെ തേര് തെളിച്ചിരുന്ന സാരഥിയെ കൊന്നുകളഞ്ഞു. സ്പോട്ടിൽ തന്നെ ഈ തേരിന് നിയന്ത്രണമില്ലാതെയായി. വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ തന്നെ ഭീഷ്മരുമായി ഭീമസേനൻ പോരടിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് ദുര്യോധനനും സഹോദരന്മാരും കൂടെ വന്ന് ഭീഷ്മരെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതായത് മഹാമയനായ ഭീഷ്മരെ പോലും, പരശുരാമനെ കീഴ്പ്പെടുത്തിയ മഹാമയനായ ഭീഷ്മരെ പോലും ഒന്ന് പതറിപ്പിച്ചു ഭീമസേനൻ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഭീമസേനൻ 21 കൗരവ സഹോദരന്മാരെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സീരിയലിലൊക്കെ കാണുന്നതെന്ന് പറയുന്നത് ഭീമസേനൻ കൈകൊണ്ടും ഗദ കൊണ്ടുമൊക്കെ അടിച്ചു കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശരി തന്നെയാണ്, എന്നാൽ അത് മാത്രമല്ല. അടുത്തത് ദ്രോണപർവം സെക്ഷൻ 111. ഇവിടെ ഭീമസേനൻ 8 കൗരവ സഹോദരന്മാരെയാണ് കൊല്ലുന്നത്. ചിത്ര, ഉപചിത്ര, ചിത്രാക്ഷ, ചാരുചിത്ര, ശാരസന, ചിത്രയുദ്ധ, ചിത്രവർമ്മ, ചിത്രയോധിന എന്നിങ്ങനെ 8 സഹോദരന്മാർ. ഈ 8 സഹോദരന്മാർ ഒരുമിച്ചായിരുന്നു ഭീമസേനനെ ആക്രമിച്ചത്. ഭീമസേനൻ തെല്ലും അവിടെ ഭയന്നില്ല, ചെറുതായിട്ട് പോലും പതറിയില്ല. വളരെ ഗംഭീരമായിട്ടുള്ളൊരു യുദ്ധം തന്നെ ഭീമസേനൻ അവിടെ കാഴ്ചവെച്ചു. എന്നിട്ട് ഈ 8 കൗരവ സഹോദരന്മാരെയും നിഷ്പ്രയാസം ഭീമസേനൻ കൊന്നുകളഞ്ഞു. ഇവരെ കൊല്ലുക മാത്രമല്ല ഭീമസേനൻ ചെയ്തത്, ആ 8 പേരുടെ തേരാളികളെ കൊന്നുകളഞ്ഞു. ആ 8 പേരുടെ തേര് വലിച്ചിരുന്ന കുതിരകളെ കൊന്നുകളഞ്ഞു. ആ 8 പേരുടെ തേരും ഭീമസേനൻ അടിച്ചു നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ഒരുമാതിരി സിംഹം ഗർജിക്കുന്നത് പോലെ ആ ഒരു യുദ്ധഭൂമിയിൽ നിന്ന് ഭീമസേനൻ ഗർജിച്ചു എന്നാണ് പറയുന്നത്. ഇത് കണ്ട് കൗരവരുടെ മൊറാൽ വരെ തകർന്നുപോയി. അത്തരത്തിലുള്ളൊരു പ്രകടനമായിരുന്നു അത്.
ഇത് കണ്ടു നിന്ന മഹാരഥൻ കർണന് പോലും വിഷമം വന്നു പോയെന്നാണ് പറഞ്ഞത്. കാരണം കർണൻ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് പോലും ഭീമസേനൻ കൊടുത്തില്ലായിരുന്നു. ഇനി ദ്രോണപർവം സെക്ഷൻ 112. ഇവിടെ 7 കൗരവ സഹോദരന്മാരെയാണ് ഭീമസേനൻ കൊല്ലുന്നത്. ഇങ്ങനെയാണ് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ മഹാഭാരതത്തിൽ പറയുന്നത്. ഇതൊന്നും നമുക്ക് സീരിയലിൽ കാണാൻ കഴിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ 7 സഹോദരന്മാർ ഒരുമിച്ച് ഭീമസേനനെ ആക്രമിക്കാൻ വന്നു. ഒരുമിച്ച് ഭീമസേനനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഭീമസേനൻ തൻ്റെ ഭാരമുള്ള ഗദയല്ല എടുത്തത്, മറിച്ച് വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള സ്വർണം കൊണ്ട് പ്ലേറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഫേമായിട്ടുള്ള ഒരു വില്ല് തൻ്റെ ഇടം കയ്യിൽ ഉയർത്തിയെന്നാണ് പറയുന്നത്. സൂര്യരശ്മി പോലെ തിളങ്ങുന്ന 7 അമ്പുകൾ, 7 അസ്ത്രങ്ങൾ ഭീമസേനൻ ഒരേ സമയത്ത് തൻ്റെ വില്ലിൽ വെച്ച് കുലച്ചതിന് ശേഷം ഒരു ഷോട്ടിൽ ഈ 7 പേരെയും ഒരുമിച്ച് തീർത്തു എന്നാണ് പറയുന്നത്. ഇത് മഹാഭാരതത്തിൽ കിടക്കുന്നതാണ്. മഹാരഥനായ കർണന് ഒരുപാട് ഫാൻസാണുള്ളത്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മഹാരഥനായ കർണൻ്റെ ഫാൻസിനെ ഒരുപാട് ട്രിഗർ ചെയ്യും. കാരണം മഹാഭാരത യുദ്ധഭൂമിയിൽ ഭീമസേനൻ കർണനെ 8 തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഭീമസേനനെ ഏകദേശം 3-4 തവണയോ മാത്രമേ കർണൻ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ കർണനെ 8 തവണയാണ് ഭീമസേനൻ മഹാഭാരത യുദ്ധഭൂമിയിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഭീമസേനൻ്റെ മുന്നിൽ കർണൻ്റെ പരാജയം നമ്പർ 1, ദ്രോണപർവം സെക്ഷൻ 104. ഇവിടെ കർണൻ ഭീമസേനനെ അതിപരാക്രമശാലിയായി തന്നെ ആക്രമിച്ചു കൊണ്ടിരുന്നു. കർണൻ ആര് കണ്ടാലും ഭയക്കുന്ന രീതിയിൽ പരാക്രമശാലിയായി ഭീമസേനനെ നേരിടുന്നു. ഇവിടെ ഭീമസേനന് നേരെ കർണൻ ചില അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ഭീമസേനനെ മുറിവേൽപ്പിച്ചു. ഇതുമാത്രമല്ല, കർണൻ വീണ്ടും 100 കണക്കിന് അസ്ത്രങ്ങൾ ഭീമസേനന് നേരെ തൊടുത്തുകൊണ്ടിരുന്നു. ഒരു ചിരിയോടുകൂടിയായിരുന്നു കർണൻ ഇത് ചെയ്തത്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഭീമസേനൻ കർണനെ നോക്കി അട്ടഹസിച്ചു. അട്ടഹസിച്ചതിന് ശേഷം ഇതിനു മറുപടിയായി കർണന് നേരെ ഭീമസേനൻ തൻ്റെ ധനുസ് ഉയർത്തിയിട്ട് ഏകദേശം 100ഓളം അമ്പുകൾ എയ്തുവെന്നാണ് പറയുന്നത്. കർണന് നേരെ 100ഓളം അമ്പുകൾ എയ്തുവെന്ന് മാത്രമല്ല, ബ്രോഡ് ഹെഡഡ് ആയിട്ടുള്ള ഒരസ്ത്രം കൊണ്ട് കർണൻ്റെ വില്ലിൻ്റെ ഞാണ് ഭീമസേനൻ പൊട്ടിച്ചു കളഞ്ഞു. അത്ര പ്രസിഷനിൽ ഭീമസേനൻ അമ്പെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിന് ശേഷം ഭീമസേനൻ കർണൻ്റെ തേര് തെളിച്ചിരുന്ന സാരഥിയെ അമ്പെയ്ത് കൊന്നുകളഞ്ഞു. പിന്നെ അത് മാത്രമല്ല, കർണന് രക്ഷപ്പെടാതിരിക്കാനായിട്ട് കർണൻ്റെ കുതിരകളെയും ഭീമസേനൻ വകവരുത്തി. ഈ സമയത്ത് അവിടെ എത്തിയ വൃഷസേനൻ്റെ തേരിലേക്ക് കർണൻ ചാടിക്കേറി അവിടെ നിന്ന് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് എന്താ പറയുക, പേടിച്ചോടിയെന്നും പറഞ്ഞ് അപമാനിതരാവുകയൊന്നും വേണ്ട. കാരണം ഒരു യോദ്ധാവിന് യുദ്ധഭൂമിയിൽ റിട്രീറ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ മനസ്സിലാക്കി റിട്രീറ്റ് ചെയ്ത് കൂടുതൽ പ്ലാനിങ്ങോടുകൂടി തിരിച്ച് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യോദ്ധാവിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അല്ലാതെ കയ്യിൽ ആയുധമില്ലാതെ ഇരിക്കുമ്പോൾ വെക്കടാ വെടി എന്നും പറഞ്ഞ് നിൽക്കുന്നത് അത്ര വലിയ ധൈര്യമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ കർണൻ ഇവിടെ ചെയ്തത് പേടിത്തൊണ്ടനായിട്ടുള്ള പരിപാടിയാണെന്നൊന്നും പറയത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ തന്ത്രമായിട്ടേ ഞാനും പറയുന്നുള്ളൂ. പക്ഷേ ഭീമസേനൻ്റെ മുന്നിൽ കർണൻ അന്തസ്സായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതറിഞ്ഞ യുധിഷ്ഠിരന് ഭയങ്കര സന്തോഷം ഉണ്ടായെന്നാണ് പറയുന്നത്. ഭീമസേനൻ്റെ മുന്നിൽ കർണൻ്റെ പരാജയം നമ്പർ 2, ദ്രോണപർവം സെക്ഷൻ 106. ഇവിടെ ഭീമസേനൻ കർണന് നേരെ ഏകദേശം 68 അസ്ത്രങ്ങൾ അയച്ചു എന്നാണ് പറയുന്നത്. ഈ 68 അസ്ത്രങ്ങളിൽ മെജോറിറ്റി അസ്ത്രങ്ങളും കർണൻ്റെ ദേഹത്ത് തന്നെ കൊണ്ടു. നല്ല മുറിവുകൾ ഉണ്ടാക്കി. എന്നാൽ ഇതുകൊണ്ട് ഭീമസേനൻ നിർത്തിയില്ല. വീണ്ടും അസ്ത്രങ്ങൾ അയച്ച് കർണൻ്റെ തേര് നശിപ്പിക്കുകയും കർണൻ്റെ തേരാളിയെ കൊന്നുകളയുകയും അതുപോലെ തന്നെ കർണൻ അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാനായിട്ട് കർണൻ്റെ കുതിരകളെ കൊന്നുകളയുകയും ചെയ്തു ഭീമസേനൻ. എന്നാൽ അത്രയൊക്കെ ചെയ്തെങ്കിലും അതിനും അപ്പുറം ഭീമസേനൻ മറ്റു ചില കാര്യങ്ങളും കൂടെ ചെയ്തായിരുന്നു. വീണ്ടും കർണൻ്റെ വില്ല് ഭീമസേനൻ അമ്പെയ്ത് നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ കർണൻ്റെ മറ്റുള്ള ആയുധങ്ങളും ഭീമസേനൻ അമ്പെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാക്കുകയും അവസാനം ചെറി ഓൺ ടോപ്പ് എന്ന് പറയുന്നത് കണക്ക് ഭീമസേനൻ ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരസ്ത്രം കർണന് നേരെ അയച്ചു. ഈ അസ്ത്രം കർണൻ്റെ നടുനെഞ്ചിൽ തുളച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു പടച്ചട്ട ഉണ്ടായിരുന്നത് കൊണ്ട് അധികം ഉള്ളിലോട്ട് പോയില്ല. പക്ഷേ കറക്റ്റ് കർണൻ്റെ നടുനെഞ്ചിലേക്ക് അസ്ത്രം തുളച്ചു കയറിയെന്നാണ് പറയുന്നത്. അവിടെ തൻ്റെ ആയുധവും തേരും തേരാളിയും കുതിരകളെയും നഷ്ടപ്പെട്ട കർണന് വീണ്ടും അവിടെ നിന്ന് ഓടി മറ്റൊരു രഥത്തിലേക്ക് കയറി അവിടെ നിന്ന് മാറേണ്ടി വന്നു. അടുത്തത് കർണൻ്റെ പരാജയം 4, ദ്രോണപർവം സെക്ഷൻ 112. ഇവിടെ ദുര്യോധനൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരോടും രാജകുമാരന്മാരോടും തൻ്റെ സഹോദരന്മാരോടും ഒരു ഓർഡർ ഇടുന്നതാണ് പറയുന്നത്. അവർ പറഞ്ഞ ഓർഡർ ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞ ഓർഡർ ഇങ്ങനെയാണ്: രാജാക്കന്മാരെ, രാജകുമാരന്മാരെ, സഹോദരന്മാരെ എല്ലാവരും പെട്ടെന്ന് കർണൻ്റെ അടുത്തേക്ക് പോകൂ. എന്നിട്ട് വൃഗോദരനിൽ നിന്ന്, അതായത് ഭീമസേനനിൽ നിന്ന് കർണനെ സംരക്ഷിക്കൂ. കാരണം
വൃഗോദരൻ അയക്കുന്ന അമ്പുകൾ ഒരു പരിധിയിൽ കൂടുതൽ രാധേയനെ, അതായത് കർണനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പരാജയമായി പറയാൻ പറ്റുമെന്നറിയത്തില്ല, പക്ഷേ അവിടെ നിന്ന് കർണനെ രക്ഷപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് പരാജയമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ദുര്യോധനൻ ചെയ്തത് എന്താണെന്നറിയോ? നമ്മുടെ സൈന്യത്തിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു യോദ്ധാവ് ഉണ്ടെങ്കിൽ ആ യോദ്ധാവിനെ ഒറ്റയ്ക്ക് ചാവാൻ വിട്ടുകൊടുക്കരുത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വിടത്തില്ല. ആ ഒരു യോദ്ധാവിന് ബാക്കപ്പായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആളുകളെ അയക്കും. അത് ഏതൊരു കമാൻഡറും ഏതൊരു ലീഡറും അത് ചെയ്യും. അതിൽ വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ ആ സമയത്ത് നിന്നിരുന്നെങ്കിൽ കർണന് വീണ്ടും മുറിവുകൾ ഉണ്ടായേനെ, റിക്കവറി ടൈം കൂടുതലായി പോയേനെ, യുദ്ധത്തിൽ നല്ലപോലെ ആക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്നിരുന്നാൽ പോലും ഭീമൻ്റെ അടുത്ത് നിന്ന് കർണന് മാറിപ്പോവേണ്ടി വന്നു. മഹാഭാരതത്തിൽ ഭീമസേനൻ വളരെ വാലറസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ഭീമസേനനെ വൃഗോദരൻ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. വൃഗോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചെന്നായയുടെ വയറോട് കൂടിയവനെന്നാണ്. കാരണം ഭീമസേനന് നല്ല വിശപ്പാണ്, നല്ലതുപോലെ ഭീമസേനൻ ഭക്ഷണം കഴിക്കും. പക്ഷേ ചെന്നായയുടെ വയറ് കണ്ടിട്ടുണ്ടോ? നല്ലതുപോലെ തിന്നാലും ചൊട്ടിയാണ് കിടക്കുന്നത്. ഏകദേശം അതുപോലെ തന്നെയാണ് ഭീമസേനൻ. നല്ലപോലെ തിന്നാലും കുടവേറ് ചാടത്തില്ല, ബോഡി നല്ല ഫിറ്റാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം, കുടവേറനല്ല, വെൽ ബിൽറ്റ് ബോഡിയാണെന്ന്. അടുത്തത് കർണൻ്റെ 5ാമത്തെ പരാജയം, ദ്രോണപർവം സെക്ഷൻ 114. ഇവിടെ കർണനെ ധനഞ്ജയൻ, അതായത് അർജുനൻ വന്നിട്ട് ആക്രമിക്കുകയാണ്. അർജുനൻ്റെ ഗാന്ധീപത്തിൽ നിന്ന് അസ്ത്രങ്ങൾ കർണനെ ഭീമസേനൻ്റെ അടുത്ത് നിന്നും ദൂരോട്ട് മാറ്റി. കാരണം ഓൾറെഡി ഭീമസേനൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് കർണൻ്റെ വില്ല് നശിച്ചു പോയിരുന്നു. ഓൾറെഡി ഭീമസേനൻ നല്ലതുപോലെ കർണനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അർജുനനും കൂടെ അവിടെ എത്തിയപ്പോഴത്തേക്കും കർണന് അവിടെ നിന്ന് പലായനം ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും കണ്ടില്ല. അങ്ങനെ കർണൻ അവിടെ നിന്ന് തൻ്റെ വലിയ തേരിൽ രക്ഷപ്പെടുന്നുണ്ട്. അടുത്തത് ഭീമസേനന് മുന്നിൽ കർണൻ്റെ പരാജയം നമ്പർ 6, ദ്രോണപർവം സെക്ഷൻ 130. ഇവിടെ കർണൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങളിലേക്ക് വെച്ച് ഒരു എന്താ പറയുക, പക്കാ മാസമായിട്ടുള്ള പരിപാടി ഭീമസേനൻ കാണിക്കുന്നത് ഇപ്പോഴാണ്. അതായത് കർണൻ തൻ്റെ തേരിലുണ്ടായിരുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു സുവർണ കുന്തം, ഗോൾഡൻ സ്പിയർ, ഇതെടുത്തിട്ട്, ഈ ജാവലിൻ എടുത്തിട്ട് ഭീമസേനനെയും പാണ്ഡവരെയും ലക്ഷ്യമാക്കി ഒരൊറ്റ ഏറെറിഞ്ഞു. സംഭവം പാണ്ഡവർക്ക് നേരെയാണ് അയച്ചത്. ഇത് കണ്ട ഭീമസേനൻ ചിരിച്ച് അട്ടഹസിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്തെന്നറിയോ? ഈ വരുന്ന കുന്തത്തിനെ ഒറ്റപ്പിടുത്തം കൊണ്ട് പിടിച്ചു കളഞ്ഞു. അവർക്ക് നേരെ കർണൻ്റെ ശക്തമായിട്ടുള്ള കൈകൾ കൊണ്ട് ഊക്കി നിറഞ്ഞു വിട്ട കുന്തമാണ്. അത് ഭീമസേനൻ പിടിച്ചു എന്ന് മാത്രമല്ല, തിരിച്ച് അതിവേഗത്തിൽ ഭീമസേനൻ കർണന് നേരെ എറിഞ്ഞു വിട്ടുകൊടുത്തു. പാഞ്ഞു വരുന്നൊരു കുന്തൻ ചാടിക്കേറി പിടിച്ച് തിരിച്ച് കർണന് നേരെ അയക്കുകയാണ്. ഇത് കണ്ട കർണൻ സ്തംഭിച്ചു പോയെന്നാണ് പറഞ്ഞത്. കുറ്റം പറയാൻ പറ്റത്തില്ല. ഇങ്ങനത്തേക്കുള്ള പ്രകടനം കണ്ട മനുഷ്യനാണെങ്കിൽ സ്തംഭിച്ചു പോകത്തില്ലേ? എന്തുവാ, പാഞ്ഞു വരുന്നൊരു കുന്തൻ ചാടിക്കേറി പിടിച്ചിട്ട് എറിഞ്ഞവന് നേരെ തിരിച്ചറിയുക. മിക്കവാറും ആ സമയത്ത് കർണൻ ഇതായിരിക്കും ചിന്തിച്ചത്, നിനക്കെത്ര പ്രാന്താണ് എന്നുള്ള രീതിക്കായിരിക്കും കർണൻ നിന്നത്. പക്ഷെ ആ സമയത്ത് കർണൻ അന്തം വിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിന്ന സമയത്ത് സ്വാഭാവികം യുദ്ധഭൂമിയിൽ അങ്ങനെയൊക്കെ യോദ്ധാക്കൾക്ക് വരും, നാച്ചുറലാണതൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ശകുനി ഈ കുന്തൻ ലക്ഷ്യമാക്കി വരുന്നത് അവരുടെ ആർമിയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ആൾക്ക് നേരെയാണ്. ശകുനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പെട്ടെന്ന് ശകുനി തൻ്റെ വില്ലെടുത്തിട്ട് ഈ ഒരു പാഞ്ഞു വരുന്ന കുന്തത്തിന് നേരെ അമ്പ് ചെയ്ത് വിട്ട് ഈ ഒരു കുന്തത്തിനെ അങ്ങ് ഡിസാം ചെയ്ത് കളഞ്ഞു, ഡയറക്ഷൻ മാറ്റി വിട്ടു. ഇല്ലെങ്കിൽ കർണൻ്റെ എവിടെയെങ്കിലും കുത്തി കയറിയേനെ ആ കുന്തമെന്ന്. എന്നാൽ ദ്രോണപർവത്തിലെ ഇതേ സെക്ഷനിൽ തന്നെ ഭീമസേനൻ്റെ മറ്റൊരു പ്രകടനവും കൂടെയുണ്ട്. ദുര്യോധനൻ്റെ മറ്റു 2 സഹോദരന്മാർ, ദുർമദനും ദുഷ്കർണനും. ഈ ദുർമദനുണ്ടല്ലോ, ഈ ദുർമദൻ ഭീമസേനന് നേരെ ചറപറ അസ്ത്രങ്ങൾ ചെയ്തുകൊണ്ട് ഈ ദുർമദനും ദുഷ്കർണനും കൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഭീമസേനൻ അട്ടഹസിച്ചിട്ട് തൻ്റെ കയ്യിലിരുന്ന ആയുധങ്ങളുടെ സഹായത്തോടു കൂടി ദുർമദൻ്റെ കുതിരയെയും തേരാളിയെയും കൊന്നുകളഞ്ഞു. എന്നാൽ കൃത്യസമയത്ത് ചിന്തിക്കേണ്ട രീതിക്ക് ചിന്തിച്ച ദുർമദൻ ആ തേരിൽ നിന്ന് ചാടി ഇറങ്ങി തൻ്റെ സഹോദരനായ ദുഷ്കർണൻ്റെ തേരിൽ കയറിയതിനു ശേഷം 2 പേരും ഒരേ തേരിൽ നിന്നുകൊണ്ട് ഭീമസേനന് നേരെ ആക്രമണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ചാറപറ ഭീമസേനന് നേരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയത്ത് ഭീമസേനൻ പൈശാചികമായിട്ടുള്ളൊരു ചിരി ചിരിച്ചിട്ട് പെട്ടെന്ന് തൻ്റെ തേരിൽ നിന്ന് ചാടി ഇറങ്ങി ഓൾറെഡി പുള്ളിക്കാരൻ തറയിൽ നിൽക്കുകയായിരുന്നു തോന്നുന്നു. പുള്ളിക്കാരൻ പെട്ടെന്ന് ഓടി വന്നിട്ട് ഇവർ 2 പേരും ഇരിക്കുന്ന ഈ തേരിൽ ഒരൊറ്റ ചവിട്ടായിരുന്നു. ഈ തേര് ഒരു ഭാഗം കൊണ്ട് ഭൂമിയിലങ്ങ് താന്നുപോയി. ഇത് മഹാഭാരതത്തിലുള്ളതാണ് കേട്ടോ. ഇത് പറയുന്നത് അതുപോലെ മനസ്സിൽ കാണാൻ പറ്റിയ നല്ല രസമായിരിക്കും. ഭീമസേനൻ ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നു, തേര് താഴുന്നു. ഈ ഫോഴ്സിൽ തേരിലിരുന്ന 2 പേന്മാരും കൂടെ തെറിച്ച് ഭീമസേനൻ്റെ മുന്നിൽ വന്ന് വീഴുന്നു. എന്നിട്ട് 2 പേരെയും ഭീമസേനൻ കൊന്നു കളയുന്നു. ആ ഒരു ക്രൂരമായിട്ടുള്ള കാഴ്ചയെ
ഈ സഞ്ജയന് വേദവ്യാസൻ ദിവ്യദൃഷ്ടി കൊടുത്തിട്ട് ആ ദിവ്യദൃഷ്ടി കൊണ്ട് കാണുന്ന കാര്യങ്ങൾ ഈ മഹാരാജാവായിട്ടുള്ള ധൃതരാഷ്ട്രരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോട് സഞ്ജയൻ ഇങ്ങനെയാണ് പറഞ്ഞത്: മഹാരാജാവേ, അങ്ങയുടെ ധീരന്മാരായിട്ടുള്ള പുത്രന്മാർ ദുർമദനും ദുഷ്കർണനും ഒരാൾ ഭീമസേനൻ്റെ കാലിനടിയിലും ഒരാൾ ഭീമസേനൻ്റെ കയ്യിലും ഞെരിഞ്ഞമർന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഭീമസേനൻ ഒരു ആയുധം പോലും ഉപയോഗിക്കാതെ തൻ്റെ കൈകാലുകൾ കൊണ്ടാണ് അങ്ങയുടെ ഈ 2 മക്കളെയും കൊന്നുകളയുന്നത്. അതിപൈശാചികമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അതെന്ന്. എന്നാൽ ഇത് ഭീമസേനൻ ചെയ്തത് കർണൻ, ദുര്യോധനൻ, അശ്വത്ഥാത്മാവ്, കൃപാചാര്യർ ഇവരെല്ലാവരും നോക്കി നിൽക്കവെയായിരുന്നു. ദുര്യോധനന് കൂടപ്പറപ്പുകൾ ഭീമസേനൻ്റെ കയ്യിലും കാലിലുമായി കിടന്ന് തീരുന്നത് കണ്ടപ്പോൾ നെഞ്ചു പിടഞ്ഞു എന്ന് പറയുന്നുണ്ട്. കാരണം അത് അത്രയും ഭയാനകമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഭീമൻ്റെ മുന്നിൽ കർണൻ്റെ പരാജയം നമ്പർ 7. കർണപർവം സെക്ഷൻ 34. ഇവിടെ കർണനാണ് ഇപ്പോൾ ആർമിയുടെ കമാൻഡറായി നിന്നുകൊണ്ടിരുന്ന കർണൻ ഭീമസേനനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ എപ്പോഴോ ഒരു സമയത്ത് ഭീമസേനൻ്റെ പ്രഹരത്തിൽ കർണന് സ്തംഭിച്ചവിടെ ഇരുന്നു പോയി. കാരണം ഈ സ്തംഭനങ്ങളൊക്കെ യുദ്ധഭൂമിയിൽ സർവ്വസാധാരണമാണ് കേട്ടോ. ഈ നമ്മുടെ ഭീമസേനനും ദുര്യോധനനും ഏറ്റുമുട്ടിയപ്പോഴത്തേക്കും ഭീമസേനനും സ്തംഭിച്ചു പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കർണൻ ഭീമസേനൻ്റെ ഈ ഒരു പ്രഹരങ്ങളിൽ നിന്ന് ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്തെന്നറിയോ? കർണൻ മഹാരഥനാണ്. അർജുനനും കർണനും തന്നെയാണ് ധനുർവിദ്യയിൽ ടോപ്പായിട്ട് നിൽക്കുന്നവർ. ആ കർണൻ ഭീമൻ്റെ അസ്ത്രപ്രയോഗത്തിന് മുന്നിൽ കിടുങ്ങിപ്പോയെന്ന് പറയുമ്പോൾ അത് ഭീമനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ കർണൻ ഭീമൻ്റെ പ്രകടനത്തിന് മുന്നിൽ വേദന സഹിക്കാൻ വയ്യാതെ സ്തംഭിച്ച് ബോധരഹിതനായില്ല, പക്ഷെ തളർന്ന് തേർത്തട്ടിലിരുന്നു പോയി. ഇത് കണ്ടിട്ടും ഭീമസേനൻ ആക്രമണം നിർത്തിയില്ല. ഭീമസേനൻ്റെ ഈ ഒരു ആക്രമണത്തിന് മുന്നിൽ കർണൻ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കണ്ടപ്പോൾ കർണനും കൗരവന്മാരുടെ സൈന്യത്തിലുണ്ടായിരുന്ന രാജകുമാരന്മാരും എല്ലാവരും ഭീമസേനനിൽ നിന്ന് പെട്ടെന്ന് ഓടി മാറിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വലിയ സേനയെ ഭീമസേനൻ ഒറ്റയ്ക്ക് ഓടിച്ചു വിട്ടു എന്ന് വേണം നമുക്ക് പറയാൻ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു അക്ഷൗണി സൈന്യമൊക്കെ തകർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7 പരാജയങ്ങളേ ഉള്ളൂ. ഞാൻ നേരത്തെ 8 എന്നാണ് പറഞ്ഞത്. 7 പരാജയങ്ങളെ ഭീമന് മുന്നിൽ കർണൻ ഉണ്ടായിട്ടുള്ളൂ. അടുത്തത് ദുര്യോധനനെ മഹാഭാരത യുദ്ധഭൂമിയിൽ 2 തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ദുര്യോധനൻ്റെ ഒന്നാമത്തെ പരാജയം കർണപർവം സെക്ഷൻ 44. പുള്ളിക്കാരൻ്റെ ക്ലാസിക് മൂവായിട്ടുള്ള തേര് നശിപ്പിച്ചു, തേരാളിയെ കൊന്നു, കുതിരയെ കൊന്നു. അവിടെ നിന്ന് ദുര്യോധനന് രക്ഷപ്പെടേണ്ടി വന്നു. ഇത് ക്ലാസിക് മൂവാണ് പുള്ളിക്കാരൻ്റെ. അടുത്തത് രണ്ടാമത്തെ പരാജയം ദ്രോണപർവം സെക്ഷൻ 25. ഇത് കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള ഏറ്റുമുട്ടലാണ് കേട്ടോ. എപ്പോഴൊക്കെ ദുര്യോധനനും ഭീമനും ഏറ്റുമുട്ടുമോ അവിടെ ബ്രൂട്ടാലിറ്റി ഷുവറാണ്. ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിയപ്പോഴത്തേക്കും ഭീമസേനന് നേരെ തുരുതുര അസ്ത്രങ്ങൾ ചെയ്ത് ഭീമസേനനെ ഒരുപാട് മുറിവേൽപ്പിച്ചു ദുര്യോധനൻ. എന്നാൽ ദുര്യോധനനെക്കാട്ടിയും 10 മടങ്ങ് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ധനുർധാരിയാണ് ഭീമസേനൻ. കാരണം അത്രത്തോളം ഭീമസേനൻ അസ്ത്രവിദ്യയിൽ ട്രെയിൻഡാണ്. ഭീമസേനൻ തിരിച്ചമ്പുകൾ ചെയ്തു. ഈ അമ്പുകൾ ദുര്യോധനനെ ഒരുപാട് മുറിവേൽപ്പിച്ചു എന്ന് മാത്രമല്ല, ആ മുറിവും വെച്ചുകൊണ്ട് വീണ്ടും ദുര്യോധനൻ ഭീമസേനന് നേരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും മുറിവേൽക്കുകയാണ്. വീണ്ടും ദുര്യോധനന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു അസ്ത്രപ്രയോഗം ഭീമസേനൻ നടത്തുന്നു. എന്നിട്ട് ബ്രോഡ് ഹെഡഡ് ആയിട്ടുള്ള തൻ്റെ അമ്പുകൾ എടുത്തിട്ട് ഭീമസേനൻ ദുര്യോധനൻ്റെ വില്ല് നശിപ്പിച്ചു കളഞ്ഞു. ആനയടയാളമുള്ള ദുര്യോധനൻ്റെ കൊടി മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ദുര്യോധനന് നേരെ ആ ഒരു ചാരിയട്ട്, ഈ ഒരു തേരിന് നേരെ വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ മനുഷ്യനായിട്ടുള്ള ആളുകളിൽ ദുര്യോധനനെ രക്ഷിക്കാൻ കെൽപ്പുള്ള ഒരൊറ്റൊരാളേ ഉള്ളൂ, അംഗരാജൻ കർണൻ. കർണൻ ആനപ്പുറത്ത് വന്ന് അവിടെ ഭീമസേനനിൽ നിന്ന് ദുര്യോധനനെ അതിവിദഗ്ധമായി രക്ഷിച്ചുകൊണ്ടുപോയി. പിന്നെ ഇതുപോലെ തന്നെ നേരത്തെ ദുർമുഖനെയൊക്കെ നേരിട്ടില്ലേ, അതുപോലെ ഒരൊറ്റ ദിവസം ഈ ഒരു ദുർമുഖൻ്റെ നേതൃത്വത്തിൽ 31 കൗരവ സഹോദരന്മാരായിരുന്നു ഭീമസേനനെ ആക്രമിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് ഭീമസേനൻ 31 കൗരവ സഹോദരന്മാരെ കൊന്നുകളഞ്ഞു. നിഷ്കരുണം കൊന്നുകളഞ്ഞു 31 പേരെ. അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ള കൊലപാതകമൊന്നും അല്ലായിരുന്നു. കൊല എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ തൊഴുതു മാറി നിൽക്കും. അങ്ങനെയായിരുന്നു ഈ 31 പേരെയും ഭീമസേനൻ കൊന്നുകളഞ്ഞത്. പക്ഷേ കൊന്ന ആളുകളിൽ ഭീമസേനൻ ഒരു മയത്തിന് കൊന്ന കൗരവ സഹോദരൻ എന്ന് പറയുന്നത് വികർണനായിരുന്നു. കാരണം ഈ കൗരവന്മാരിൽ കുറച്ച് മാന്യനായിട്ടുള്ള ആൾ ഈ ഒരു വികർണനായിരുന്നു. മാന്യനെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് എത്ര ക്ഷത്രിയനാണെന്ന് പറഞ്ഞാലും മനുഷ്യപ്പെട്ടെന്ന് പറഞ്ഞൊരു സാധനം വേണം. ഇപ്പോൾ എത്ര എന്താ പറയുക, തനിക്ക് റൈറ്റ്ഫുള്ളാണ്, അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് ഞാൻ നേടിയെടുക്കും, നല്ലത് തന്നെയാണ്, അല്ലെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഒരു മര്യാദ വേണ്ടേ? ആ മര്യാദ കാണിച്ചിട്ടുള്ള ഒരാളാണ് വികർണൻ. പാഞ്ചാലി വസ്ത്രാക്ഷേപം നടന്ന സമയത്ത് കർണൻ പോലും ദുര്യോധനെതിരെ സംസാരിച്ചില്ലായിരുന്നു. അവിടെ അത്ര മഹാരഥന്മാരുണ്ടായിട്ട് അവരാരും ദുര്യോധനനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ ഈ ഒരു കൗരവ സഹോദരനായിട്ടുള്ള വികർണനുണ്ടല്ലോ, വികർണൻ ഭയങ്കരമായിട്ട് ദുര്യോധനനെ എതിർത്തു. പാഞ്ചാലി എന്ന് പറയുമ്പോഴത്തേക്കും പാണ്ഡവരുടെ മാത്രമല്ല എൻ്റെയർ കുരുവംശത്തിലെ തന്നെ
ഒരു ആളാണ്. അപ്പം നമ്മൾ പുള്ളിക്കാരിയെ അപമാനിച്ചാൽ നമ്മുടെ മറ്റുള്ള സ്ത്രീജനങ്ങളെ അപമാനിക്കുന്ന പോലെയാണ് ജ്യേഷ്ഠ ചെയ്യുന്നത്. കൊടും ബാധകമാണ്, ചെയ്യരുത്, വസ്ത്രാക്ഷേപം നടത്തരുത്, വലിയ ബാധകമാണ്, ചെയ്യരുതെന്നും പറഞ്ഞ് വികർണൻ ഒരുപാട് ദുര്യോധനനെയും ദുശാസനെയും ഈ ഒരു ഹീനസ് ആയിട്ടുള്ള ആക്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് ഭീമസേനൻ വേദന കുറച്ച് വികർണനെ കൊന്നു. 100 പേരെ കൊല്ലുമെന്ന് സത്യപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അങ്ങനെ ഇത് ചെയ്തത്. ആ പാവത്തിൻ്റെ വെറുതെ ഇവിടെ ആയിരുന്നു, പക്ഷേ അവനെ കൊന്നു കളഞ്ഞു. പക്ഷേ ഈ ഒരു വികർണൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, പുള്ളിക്കാരൻ ചില്ലറ ആളൊന്നും അല്ലായിരുന്നു. ഈ ഒരു കൗരവന്മാർക്കിടയിൽ ഭീഷ്മർ, ദ്രോണർ, അശ്വത്ഥാത്മാവ്, കർണൻ ഇവരൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ട് ധനുർവിദ്യ അറിയാവുന്ന ആളുകളിൽ ഒരാളായിരുന്നു വികർണൻ. സൂപ്പറായിട്ട് ധനുർവിദ്യ അറിയായിരുന്നു. കൗരവ സഹോദരന്മാരിൽ ദുര്യോധനൻ അർജുനനെ പോലെ കട്ടയ്ക്ക് കട്ട നിൽക്കാൻ പറ്റുമെന്ന് ദുര്യോധനന് വിശ്വാസം ഉണ്ടായിരുന്ന ഒരു സഹോദരനായിരുന്നു വികർണൻ. ഹി വാസ് ദാറ്റ് മച്ച് ഓഫ് എൻ എക്സ്പേർട്ട്. പിന്നെ യുദ്ധഭൂമിയുടെ കാര്യം പറയുമ്പോഴും ഭീമസേനൻ ആസ് എ യോദ്ധാവ് പറയുമ്പോഴും ഭീമസേനൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഓൾറൗണ്ടർ ആയിരുന്നു. ഒരു ഫൈറ്റർ എങ്ങനെ ആയിരിക്കണം, അതിൽ ഓൾറൗണ്ടർ ആയിരുന്നു ഭീമസേനൻ. ഭീമസേനൻ ഉപയോഗിക്കാൻ അറിയാത്ത ആയുധങ്ങളില്ലായിരുന്നു, എല്ലാത്തിലും ഭീമസേനൻ എക്സ്പേർട്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു വെപ്പൺ ഇൻ എ ഹ്യൂമൻ ബോഡി, അതായിരുന്നു ഭീമസേനൻ. ഇപ്പോൾ വനപർവ്വത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. ഭീമസേനൻ വനപർവ്വത്തിൽ നടന്നിരുന്ന രീതി എന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ ഗദയും അരയിലൊരു വലിയ വാളും കയ്യിലൊരു വില്ലും തോളത്ത് ആവനാഴി നിറച്ച അസ്ത്രങ്ങളുമായിട്ടാണ് ഭീമസേനൻ നടന്നിരുന്നതെന്നാണ് പറയുന്നത്. അതിങ്ങനെ പോണത് കണ്ടാൽ കാട്ടിലെ ഏതോ ഒരു വനരാജൻ പോണാണെന്ന് തോന്നുമെന്നാണ് പറയുന്നത്. കാരണം ആ ഒരു വരവ് കണ്ടാൽ തന്നെ ശത്രുക്കൾ ഭയന്ന് മാറുമായിരുന്നു. അപ്പോൾ എല്ലാ ആയുധങ്ങളിലും നല്ല എക്സ്പേർട്ടായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ റെസ്ലിങ്, ഗുസ്തി, അതിൽ സൂപ്പറായിരുന്നു, പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ആർക്കും. ഇപ്പോൾ ദ്വന്ദ്വയുദ്ധത്തിലൊക്കെ ചെന്നാൽ ഭീമസേനൻ്റെ ആ കൈ കൊണ്ട് തീരും എന്ന് ഉറപ്പിച്ചിട്ട് ചില ധൈര്യമുള്ളവരെ അങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ മഹാഭാരതത്തിൽ തന്നെ ഒരു സെക്ഷനിൽ കർണനും കർണൻ്റെ 15 കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് ഭീമസേനനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭങ്ങളിൽ കർണൻ തേരിൽ നിന്നുകൊണ്ടും കർണൻ്റെ കൂടെയുള്ളവർ 15 രാജാക്കന്മാരാണെന്ന് തോന്നുന്നു. ഈ 15 പേര് കർണനെ ഇങ്ങനെ ഫ്ലാങ്ക് ചെയ്ത് നിന്ന് ഒരുമിച്ചായിരുന്നു ഭീമസേനനെ ആക്രമിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഭീമസേനൻ്റെ കൂടെ നിന്നവർ അങ്ങോട്ട് ആക്രമിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ബോറടിച്ചിട്ടാവണം പുള്ളിക്കാരൻ പെട്ടെന്ന് തേരിൽ നിന്ന് ചാടി താഴെ ഇറങ്ങിയിട്ട് ഭീമാകാരമായിട്ടുള്ളൊരു വാളെടുത്തു എന്നാണ് പറയുന്നത്. അതിഭീമാകാരമായിട്ടുള്ളൊരു വാളെടുത്തിട്ട് ഈ വാളുമായി പോയി അവിടെ നിന്ന് 15 പേരെയും വെട്ടിക്കൊന്നിട്ട് തിരിച്ച് ഈ ഒരു തേരിലേക്ക് ചാടി കയറി തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം കൊണ്ട് അലങ്കരിച്ചിരുന്ന ഫേമായിട്ടുള്ള വില്ലെടുത്ത് കർണന് നേരെ 10ഓളം അസ്ത്രങ്ങൾ അയച്ചു. ഈ അസ്ത്രത്തിൽ കർണൻ്റെ തേരിനും തേരാളിക്കും കുതിരകൾക്കും നല്ല പരിക്ക് പറ്റിയെന്നും പറയുന്നുണ്ട്. എന്നിട്ട് കർണന് നേരെ 10 അസ്ത്രങ്ങൾ അയച്ചു. ഈ 10 അസ്ത്രങ്ങളും കർണനെ മുറിവേൽപ്പിച്ചു. എന്നിട്ട് 5 അസ്ത്രങ്ങൾ കൊണ്ട് കർണൻ്റെ തേരാളിയെയും കർണൻ്റെ കുതിരകളെയും ഭീമസേനൻ കൊന്നുകളഞ്ഞു. അടുത്തത് കർണപർവം സെക്ഷൻ 32 ഭീമസേനൻ തൻ്റെ മകനെ കർണൻ കൊന്നതിൻ്റെ വൈരാഗ്യം തീർക്കുന്നുണ്ട്. ഇത് വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസാണ് ഇവിടെ അരങ്ങേറിയത്. ഭീമസേനൻ വളരെ ശക്തമായിട്ടുള്ള മറ്റൊരു വില്ലുമായി ഒരേ സമയം കർണനെയും കർണൻ്റെ മകനെയും ആക്രമിച്ചു. എന്നിട്ട് കർണന് നേരെ ഭീമസേനൻ ഏകദേശം 70ഓളം അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. എന്നിട്ട് കർണൻ്റെ മകനെ നിരായുധനാക്കി, അതായത് കയ്യിലുണ്ടായിരുന്ന വില്ലൊടിച്ചു കളഞ്ഞതിന് ശേഷം കർണന് നേരെ വീണ്ടും അസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് ഭീമസേനൻ 10 അസ്ത്രങ്ങൾ കൊണ്ട് കർണൻ്റെ മകനെ കൊന്നുകളഞ്ഞു. ആ തേര് നശിപ്പിച്ച് കളഞ്ഞു കർണൻ്റെ മുന്നിൽ വെച്ച്. അപ്പം അതൊരു വൈരാഗ്യം തീർത്തതാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിക്കാണ് ഭീമസേനൻ അതവിടെ ചെയ്തത്. ഇനി ഇത്ര നേരവും ഓരോ യോദ്ധാക്കളാണ് ഭീമസേനനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി 3 അക്ഷൗഹിണി സൈന്യം ഒരുമിച്ച് ഭീമസേനനെ ആക്രമിച്ചിട്ടുണ്ട്. ഭീമസേനൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ ആക്രമിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ കർണപർവം സെക്ഷൻ 43 കേട്ടോ. കുരുക്ഷേത്ര യുദ്ധത്തിലെ 17-ാം ദിവസം ഭീമൻ ഒറ്റയ്ക്ക് 3 അക്ഷൗഹിണി സൈന്യത്തിനെ കീഴ്പ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഭയന്ന് 3 അക്ഷൗഹിണി സൈന്യവും ഭീമസേനനിൽ നിന്ന് പേടിച്ച് ചിതറിയോടി. കുറേ എണ്ണത്തിനെ ഭീമസേനൻ തീർത്തു. 3 അക്ഷൗഹിണി സൈന്യത്തിനെ ഏറെക്കുറെ ഭീമസേനൻ നശിപ്പിച്ചെന്ന് തന്നെ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഭീമസേനൻ്റെ ഒരുപാട് പരാക്രമങ്ങൾ ബാക്കിയുണ്ട്. പറയാനാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റാണ്. കാരണം അത്രത്തോളം മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യോദ്ധാവാണ് ഭീമസേനൻ. എന്തിനേറെ പറയണം, അശ്വത്ഥാത്മാവ്, കൃപാചാര്യർ, കർണൻ ഇവരെല്ലാവരും ഒരുമിച്ച് ഭീമസേനനെ ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമണം ഭീമസേനൻ നല്ല എഫക്റ്റീവായിട്ട് നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് യോദ്ധാക്കളെ ഭയങ്കരമായിട്ട് ഭീമസേനൻ നേരിട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ പക്ഷേ ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു വ്യക്തിക്കും
തൻ്റെ ശത്രുവിൽ നിന്നും അതുപോലെ ഗുരുവിൽ നിന്നും കിട്ടുന്ന അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്. കാരണം ഗുരുക്കന്മാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ശത്രു തന്നെ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ അത്രത്തോളം കേമനാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കൽ ബലരാമൻ ഭീമസേനനെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഭീമസേനൻ അജ്ഞാതവാസത്തിലായിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഭീമസേനൻ എന്ന് പറയുമ്പോൾ ചില്ലറക്കാരനല്ല. അവൻ ആയുധങ്ങളൊന്നും വേണ്ട, അവൻ്റെ ശക്തമായ ഭുജങ്ങൾ തന്നെ ധാരാളമാണ്. രാജാക്കന്മാരെ എല്ലാം അവൻ്റെ മുന്നിലിട്ട് ചവിട്ടിത്തേക്കാൻ. ഇങ്ങനെ പറയുന്നുണ്ട്, യുധിഷ്ഠിരന് വേണ്ടി ഭീമസേനൻ ഈസ്റ്റേൺ ദേശത്തോട്ട് നടത്തിയ പടയോട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും ഭീമസേനൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. ഇങ്ങനെ പറയുന്നുണ്ട്. ഈസ്റ്റേൺ ദേശത്തിലായിരുന്നു അംഗരാജ്യം. അംഗരാജ്യത്തിൻ്റെ രാജാവ് ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, കർണൻ. അപ്പോൾ കർണനെ നേരത്തെ ഭീമസേനൻ പരാജയപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധത്തിൽ. അപ്പോൾ ഈസ്റ്റേൺ ദേശത്തിലാണ് അംഗരാജ്യം വരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന മഹാരഥനായിട്ടുള്ള മഹായോദ്ധാവായിട്ടുള്ള സൂര്യപുത്രൻ കർണൻ തന്നെ ഭീമസേനനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റേത് യോദ്ധാക്കളെ വേണമെങ്കിലും നമുക്ക് പേടിപ്പിക്കാം, നമുക്ക് യുദ്ധഭൂമിയിൽ നിന്ന് പിറക്കോട്ട് മാറ്റാം, റിട്രീറ്റ് ചെയ്യിപ്പിക്കാം. ഭീമസേനന് അത് നടക്കത്തില്ല. കാരണം അവൻ ഭയം എന്താണെന്ന് അറിയാത്തവനാണ്. അവൻ്റെ ദേഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള ഒന്നാണ്. യുദ്ധഭൂമിയിൽ അവനോളം ക്രൂരനാവാൻ കഴിയുന്ന ആളുകളില്ല. അതുകൊണ്ട് തന്നെ യുദ്ധഭൂമിയിൽ ഭീമസേനനെ റിട്രീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മഹാരഥനായിട്ടുള്ള ശ്രീമാൻ കർണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഭീമസേനൻ്റെ ചില പരാക്രമങ്ങളെന്ന് പറയുന്നത്. യുദ്ധഭൂമിയിൽ ഇത്രയും ഹാവോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഭീമസേനൻ. പക്ഷേ മഹാഭാരതം എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധ നേരെ പോകുന്നത് കർണൻ, അർജുനൻ, ദുര്യോധനൻ, അങ്ങനെ ചില ഫാൻ ഫേവറേറ്റിലോട്ടങ്ങ് പോകും. നമുക്ക് മഹാഭാരതത്തിലോട്ട് പോകുമ്പോൾ ചില സമയം ഈ ഒരു ഭീമസേനനാണോ അതിലെ മെയിൻ ആളെന്ന് തോന്നിപ്പോവും. കാരണം നിറഞ്ഞു നിൽക്കുക പുള്ളിക്കാരൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ രണ്ടാമതൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പല കഥകളാണ് അത് പറയുന്നത്. ഓഡിയോ മാത്രമേ ഉള്ളൂ, ഇതുപോലെ വീഡിയോ ഇല്ല, ഓഡിയോ ആണ് കൂടുതൽ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാനലാണ്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഫ്രം സ്ക്രാച്ച് നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.